നമുക്കൊരു കൊറിയർ അയക്കാൻ പോയാലോ. ഇന്ന് എൻ്റെ ഫ്രണ്ട് UK നിന്ന് എനിക്കൊരു 3 സെറ്റ് ഓഫ് മോം ആൻഡ് ഡോട്ടർ കോംബോ ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തെറ്റി കൊറിയർ അയക്കലായിരുന്നു ഇന്ന് അവളുടെ മമ്മീൻ്റെ കയ്യിൽ കൊടുത്തു വിടേണ്ടതായിരുന്നു കേട്ടോ. ലാസ്റ്റ് മിനിറ്റിലായിരുന്നു നമുക്കത് കൊടുക്കാൻ വേണ്ടി ടൈം കിട്ടിയത്. കറക്റ്റ് 3 മണിയാകുമ്പോൾ ആളവിടെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് 2:30 ആയപ്പോഴായിരുന്നു പോയത് കേട്ടോ. പിന്നെ അപ്പനെയും കൂട്ടിയിട്ട് പറപ്പിച്ച് വിടും പപ്പ വണ്ടിയിൽ നിന്ന് പറഞ്ഞിട്ട് നേരെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി സാധനം കൊടുത്തു. അപ്പോൾ നമ്മളുടെ അതിന്റെ പിന്നാമ്പുറ കാഴ്ചകളിലേക്ക് പോയേക്കാം അല്ലേ. ആദ്യമായിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഒരു ഓറഞ്ച് ഫ്ലവർ. എൻ്റെ അമ്മ എന്ത് രസമെന്നറിയാം. ഒരു ഹക്കോബ മെറ്റീരിയലാണ് അത്. ഭയങ്കര ഭംഗിയുള്ള ഒരു മെറ്റീരിയലായിരുന്നു. അത് ഇട്ടാലും നല്ല ക്യൂട്ടായിരിക്കും. അപ്പം മോമിന് സിമ്പിളായിട്ടാണ് ചെയ്തത്. ഫ്രണ്ടിൽ ഒരു ടക്ക് വരുന്ന മാതിരി, വീനെക്കിൽ സ്ലീവ്ലെസ്. പക്ഷെ മോൾക്ക് സ്ലീവ് വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ സെക്കൻഡ് വൺ ചെയ്തേക്കുന്നത് ബ്ലൂവിലാണ് കേട്ടോ. ബ്ലൂവിൽ മോമിന് ഒരു ഇച്ചിരി കാഷ്വൽ ടച്ച് ആൻഡ് ഒഫീഷ്യൽ ടച്ച് വരുന്ന മാതിരി ഒരു കോസ്റ്റ്യൂമാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്തേക്കുന്നത്. മോൾക്ക് പക്ക ഫ്രോക്ക് ടൈപ്പിൽ. ഇപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെ ഫിനിഷിംഗ് ലുക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നമുക്ക് അടുത്തത് ഒരു ബേൺഡ് ഓറഞ്ച് കളറിൽ വരുന്ന ഒരു മെറ്റീരിയലിനെയാണ് കസ്റ്റമൈസ് ചെയ്തേക്കുന്നത്. വ്യത്യസ്തതരമായിട്ടുള്ള ഒരു ഇതായിരുന്നു കേട്ടോ. കാര്യം എല്ലാം വ്യത്യസ്തമായ കളറുകളും ഡിസൈൻസും ആയിരുന്നു. ഹാൾട്ടർ നെക്കിൽ ഫിനിഷ് ചെയ്തേക്കുന്നതായിരുന്നു കേട്ടോ ഈ ഫ്രോക്ക്. ഫ്രണ്ട് പോർഷൻ മാത്രമേ നമ്മൾ ഗ്യാദേഴ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എപ്പോഴും പോലെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ബോയും ഒരു ടൈയും അത് നമ്മളുടെ ഷോൾഡർ പോർഷനിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കസ്റ്റമൈസേഷൻ ഉണ്ടെങ്കിൽ മറക്കണ്ട, ഇൻസ്റ്റയിൽ ഡയറക്റ്റ് വന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.